നമ്മുടെ ജാതി മതം എന്താ? നേർച്ചക്ക് എന്ത് ജാതി മതം? എങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലെ ഓർമ്മകൾ കൊണ്ടുപോയി? വമ്പ നേർച്ചല്ലേ, വമ്പ നേർച്ചയാണ്. ഇവിടെ ഒരു 7 ദിവസം നേർച്ച ഉണ്ടാവുമല്ലോ. 7 ദിവസം നേർച്ച ഉണ്ടാവും. ഇവിടെ പാടൊക്കെ ഒന്ന് അന്ന് പാടം ഇങ്ങനെ ഇല്ലല്ലോ, നല്ല പൊടി ഈ റോഡാണ് ആ പാടം നിന്നത്. അപ്പോൾ ആൾക്കാർ വന്ന് വരി വരിയാരും ആൾക്കാർ കെട്ടലാണ്. ഈ പരിസരത്തൊക്കെ ആളുകളെ കൊണ്ട് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ആ സ്ഥലം ഉണ്ടാവില്ല. ഇത് നിന്നതിന് ശേഷം സങ്കടം ഉണ്ടായിരുന്നോ? നിന്നതിന് ശേഷം സങ്കടം ഉണ്ടായിരുന്നു. അത് സങ്കടമല്ലേ, പാപ്പാൻ നേർച്ച കാണാനുള്ള പൂതി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇത് തിരിച്ചു വന്നപ്പോ എന്ത് തോന്നി? തിരിച്ചു വരട്ടെ എന്നുള്ള ഞങ്ങൾ പ്രാർത്ഥിച്ചിന്. നേർച്ച എല്ലാ കൊല്ലം ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥന ഞങ്ങളെടുത്തുണ്ട്. ഞാൻ നിങ്ങളെ പ്രത്യേകം ഒന്ന് പരിചയപ്പെടുത്തുന്നത്, ഇവിടെ വന്നപ്പോ നിങ്ങൾ കൊടിന്റെ അടുത്തേക്ക് പഴ കെട്ടി വരുന്നു. അതന്നെ പഴ കെട്ടി ഞങ്ങൾ പഴ അവിടെ കൊണ്ടുവച്ചില്ലേ. പഴയൊക്കെ ഞങ്ങൾ കൊണ്ടുവരുത്ത്. ഇനി എണ്ണാരുമ്പ വളക്കല് ഇനിയിപ്പോ അവിടെ തോക്ക് കുളിപ്പിച്ചെന്ന് അവിടെ എണ്ണാരുണ്ടോ? ഞങ്ങളെല്ലാവരും വന്ന് ഒരു പെണ്ണുങ്ങളില്ലാതെ ഈ വൈക്കുള്ള ആൾക്കാരുണ്ടാവില്ല. ഒക്കെ അവിടെ എണ്ണാരും ചെമ്പിൽ വട്ടച്ചെമ്പ് നിറയെ എണ്ണ ഈ ഒയ്യി വലിച്ചു. അങ്ങനൊക്കെ ഞങ്ങൾ ചെയ്തു. ഞങ്ങളെല്ലാ ഇതും ചെയ്യലുണ്ട്. ഞങ്ങൾ ചെയ്ത് പോന്നും ചെയ്തു. ആ ഇനിയിപ്പോ കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ രാവിലെ വന്നതിന് ഇവിടെ. പേരെന്താ? പേര് കമല. ഹരിതകർമ്മസേന പണി. തൊട്ടടുത്ത് തന്നെ വീട് മേലങ്ങാടി. അത് തന്നെ കോട്ടാണിത്. അത് തന്നെ കോട്ടാണിത്. ഈ കോട്ട ഹരിതസേനന്റെ കോട്ട. വീട്ടിൽ നിന്ന് വന്ന അറിയില്ല. പേരക്കുട്ടികളും മരക്കളൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ അറ്റത്തേക്കാര് അവിടെ ഇവിടെ കാണൂല. ജാതി മതമൊന്നുമില്ല ഇവിടെ. ജാതി മതം എന്താ? നേർച്ചക്ക് എന്ത് ജാതി മതം? പറയല്ലോ. അത് നമ്മൾ പഠിച്ചാ നമ്മളെല്ലാരും ജാതി മതമാക്കി തിരിച്ച ഇവിടെ വന്നേനേസല്ലേ, ഭൂമിയിൽ ഇറങ്ങിയനേസല്ലേ ജാതി മതിയാതെന്ന്. അതിന് മാറ്റണ്ടോ? അതിലെല്ലാം മാറ്റം പറയണ്ടോ? പാഠശേഷരം പഠിച്ചപ്പോലേ ബിജെപി ഒന്നാണ്. അതേ പറയുള്ളൂ, എനിക്ക് അതേ പറയുള്ളൂ. കൊണ്ടുവരുത്തി ഞങ്ങളെ ബൈക്കുള്ള പുള്ളൂടെ ഉണ്ടാവും. നമ്മളത് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ അവിടെ പഴയൊക്കെ കൊടുക്കണപ്പോ ഒത്തിരി സന്തോഷം തോന്നിട്ട് ചോദിച്ചതാ. എണ്ണാന്റെ നിങ്ങൾ ഒന്ന് നോക്കിയെന്ന്, എണ്ണ വാരിന്ന് വട്ടച്ചെമ്പന്ന് എണ്ണ വലിക്കോ ഇങ്ങനെ കണ്ടോളിന്ന്. അത് ഇവിടെ ഉണ്ടാവും, ഞങ്ങളുണ്ടാവും ഇവിടെ. അപ്പൊ കൊണ്ടോട്ടി നേർച്ച തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് നമ്മളെ കമലമ്മനെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാട്ടോ. കുറേ വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ചില്ലേ. അവരൊക്കെ സന്തോഷം നോക്കിയാൽ നിങ്ങൾ പണ്ട് കാലം തൊട്ട് തന്നെ കൊണ്ടോട്ടി നേർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് എല്ലാം കൊണ്ടുമില്ലേ. പിന്നെ അത് നിന്ന് പോയതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കമലമ്മ അവരുടെ വിഷമം കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെച്ചെങ്കിലും നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയണല്ലേ. എന്താ രസമല്ലേ അവർ പറയണത് കേൾക്കുമ്പോൾ തന്നെ. നിഷ്കളങ്കമായിട്ടാണ് അവരൊക്കെ പറയുന്നത്. ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും ഇല്ല, കൃത്യമായിട്ട് തന്നെ മതസൗഹാർദ്ദം പ്രത്യേകിച്ചില്ല. നമ്മളെ മലപ്പുറം എന്താണെന്നുള്ളതൊക്കെയാണ് കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത് കമലമ്മനെ പോലുള്ളവർ. ജാതി മത ഭേദമന്യേ പ്രത്യേകിച്ച് കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. കേരളത്തിനകത്തും പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേരില്ലേ, ജില്ലക്കകത്തു നിന്നൊക്കെ ആയിട്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് വരുന്ന വലിയ ഒരു നേർച്ചയാണ്. പണ്ട് കാലത്തുള്ള ആ ഒരു പ്രൗഢി ഇപ്പോഴും വീണ്ടും ഒരു തിരിച്ചുവരവിലും നമുക്ക് ഇന്നലെ അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും വളരെ സന്തോഷം. ഇനി ഈ മെയ് 13-ാം തീയതി മുതലാണ് തുടങ്ങുന്നതെന്ന് അറിഞ്ഞു. എന്തായാലും ആ ഒരു 3-4 ദിവസങ്ങളും വേറെ ഒരു ലെവലായിരിക്കും. കാരണം ഒരുപാട് പേര് വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു കൊടിയേരത്തിൻ്റെ സമയത്ത് തന്നെ കണ്ടില്ല, ഞങ്ങൾ അച്ചാതി ജനമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി മെയ് 13-ാം തീയതി വരെ കാത്തിരിക്കാം.